അടുത്തെന്ന് പറഞ്ഞാൽ ശബരിമലയിലെ മരിയൊക്കെ എന്താ ശബരിമല എന്തെങ്കിലും അനുഭവങ്ങളോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ? ഞാൻ ശബരിമല പോയിട്ടില്ല. അപ്പോ ഇനി ശരണമന്ത്രങ്ങളുടെ നാളുകൾ. മണ്ഡല ഉത്സവത്തിനായി ശബരിമല ക്ഷേത്രനട തുറന്നു. വൃശ്ചിക കുളിരിന്മേൽ ഭക്തിയുടെ ചൂട് പകർന്ന് താഴ്ത്തിരുമുറ്റത്ത് ആഴിച്ചൊരിച്ചു. വെള്ളിയാഴ്ച ഉച്ച മുതൽ അയ്യപ്പനെ തൊഴാൻ ആയിരങ്ങളാണ് മല കയറി വന്നത്. അപ്പോൾ ഇന്നലെ 1:30 മുതലായിരുന്നു ശബരിമലയിലേക്ക് ദർശനത്തിനായിട്ട് ആളുകൾ എത്തിത്തുടങ്ങിയത്. അപ്പം ഈ ശബരിമലയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെർച്വൽ ക്യൂ 2 ആഴ്ചത്തേക്ക് ബുക്കിംഗ്. അപ്പം വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് 2 ആഴ്ചത്തെ ബുക്കിംഗ് പൂർത്തിയായിട്ടുണ്ടെന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തീർത്ഥാടനത്തിൻ്റെ ആദ്യ 14 ദിവസത്തെ വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായി. 30-ന് മാത്രം 6000 പേരുടെ ഒഴിവുണ്ട്. ദർശനത്തിന് വെർച്വൽ ക്യൂ വഴി 70,000 പേർക്കാണ് അവസരം ലഭിച്ചിരുന്നത്. 29 വരെ ബുക്കിംഗ് 70,000 കടന്നു. ഈ ദിവസങ്ങളിൽ സ്പോട്ട് ബുക്കിങ്ങിലൂടെ മാത്രമേ ഇനി പ്രവേശനമുള്ളൂ. അപ്പം 29 വരെ, അപ്പോൾ ഈ മാസം 29 വരെ അല്ലേ, അപ്പം അതുവരെ 70,000 പേര് കടന്നിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ സ്പോട്ട് ബുക്കിങ്ങിന് മാത്രമേ ഇനി അവസരമുള്ളൂ. പമ്പ, എരുമേലി, സത്രം എന്നീ 3 കേന്ദ്രങ്ങളിലുമായി ദിവസം 10,000 പേർക്കാണ് സ്പോട്ട് ബുക്കിങ്ങിൻ്റെ അവസരം. പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു നല്ല കാര്യമാണെന്ന്. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ടും കുറേ കാര്യങ്ങൾ ഇതുവഴി ഈ ബുക്കിംഗ് വഴി എല്ലാവർക്കും ദർശനം നടത്താൻ പറ്റത്തില്ലെന്നും പലരും ഉന്നയിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ശബരിമലയിൽ പരമാവധി സൗകര്യങ്ങൾ ഒരുക്കി മന്ത്രി വാസവൻ, VN വാസവൻ. തീർത്ഥാടന കാലം ഭംഗിയാക്കാൻ ശബരിമലയിൽ പരമാവധി സൗകര്യങ്ങൾ ഒരുക്കിയതായി ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. പൂർണ്ണമായും നവീകരിച്ച സന്നിധാനത്തെ ശബരി ഗസ്റ്റ് ഹൗസിൻ്റെയും പമ്പയിലെ വിഘ്നേശ്വര ഗസ്റ്റ് ഹൗസിൻ്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. 54 മുറികളും ആധുനിക സൗകര്യങ്ങളുമായാണ് ഗസ്റ്റ് ഹൗസ് പുനരുദ്ധീകരിച്ചത്. സന്നിധാനത്ത് പരമാവധി ഭക്തർക്ക് വെയിലും മഴയും കൊള്ളാതെ നിൽക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ 8,000 വാഹനങ്ങൾ പാർക്കിംഗ് സൗകര്യമുണ്ട്. 8,000 വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യമുണ്ട്. അപ്പോൾ നല്ല കാര്യം. അവർക്ക് എത്രയോ ഈ മല മുഴുവൻ കയറി വിഷമിച്ച് വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നല്ലോ, അവർക്ക് സൗകര്യം ഇല്ലെന്നും പറഞ്ഞിട്ട്. അതെ അതെ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരട്ടെ. അതെ, വരട്ടെ.